കെ.ജി. എബ്രഹാമിൻ്റെ പാലാരിവട്ടത്തെ വസതിക്ക് മുന്നിലാണുള്ളത്. അവിടെ ഇദ്ദേഹം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 2 ദിവസം മുൻപ് അദ്ദേഹം കൊച്ചിയിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വീട്ടിലാണ് എന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വിവരം. ഇവിടെയാണോ തിരുവനന്തപുരത്താണോ അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അപകടം സംഭവിച്ചപ്പോൾ കുവൈറ്റ് ഭരണകൂടം ഉൾപ്പെടെ ഈ കെട്ടിടത്തിൻ്റെ ഉടമയെ കുറ്റപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നതെന്നും ഈ തൊഴിലാളികൾക്ക് താമസിക്കുവാൻ ശീതീകരിച്ച മുറികൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഔദ്യോഗിക പ്രതികരണം. ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്കും അതുപോലെ തന്നെ പരിക്കുകൾ അനുഭവിച്ചവർക്കും ഒക്കെ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ എല്ലാ ചികിത്സാ ചെലവുകളും വഹിക്കുമെന്നും അതുപോലെ തന്നെ ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നും ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ഉടമയായ മലയാളിയായ കെ.ജി. എബ്രഹാം കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലില്ല. അദ്ദേഹം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല.